മോർണിംഗ് ഓൺ. ഈ ഒരു പുരസ്കാര വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച ഏവർക്കും നന്ദി. എന്റെ സമാഹാരത്തിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീയാണ്. ഉറക്കമൊഴിച്ചു പഠിച്ച് അടുക്കള തളങ്ങളിൽ തളച്ചിടാനുള്ളതല്ല അവളുടെ ജീവിതം. അവൾ മുന്നേറണം. സ്ത്രീയെ ഇന്ത്യയാവുക. നമ്മുടെ മോളത്തിന് ആലോചന വന്നിട്ടുണ്ട്. ആണോ? എവിടുന്നാ? ഈ അവാർഡ് കിട്ടിയില്ലേ? അരുൺ വിശ്വനാഥ് നല്ല കൂട്ടരാണല്ലോ.
സൗന്ദര്യപ്പെടണം. അല്ലാതെന്താ? അപ്പോഴേ അച്ഛന് തോന്നി. ശരിയെന്നാ മോനെ. ശരി അച്ഛൻ. ആതിരേ, എന്ത് പറ്റി മോനെ? നിന്റെ അച്ഛനെ വിളിച്ച് പറയില്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താ നിന്റെ വിചാരം? ഞാനൊന്നും അറിയില്ലല്ലോ. ആതിര, ആതിര, ആരാ? എന്തിനാ ആതിരയുടെ ഫ്രണ്ടാ?
ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കുന്ന മറ്റൊരു ഗാർഹിക പീഡന വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. പ്രശസ്ത സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അരുൺ വിശ്വനാഥും അമ്മ സുമതി വിശ്വനാഥുമാണ് അറസ്റ്റിലായത്. നിരന്തര പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ പരാതിയുടെ പുറത്താണ് അറസ്റ്റ്. മാതാപിതാക്കളുടെ സമയോചിതമായ ഇടപെടലാണ് പെൺകുട്ടിയുടെ രക്ഷ. ഇന്നും ഇന്ത്യയിൽ 86% ഗാർഹിക പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നു. പെണ്ണായതുകൊണ്ട് മാത്രം ഭർത്താവിന്റെ ഏത് തരത്തിലുള്ള ചൂഷണങ്ങളും ക്ഷമിക്കുകയും ചെയ്യണമെന്നാണ് നിങ്ങളെ മാതാപിതാക്കളും സമൂഹവും പഠിപ്പിച്ചതെങ്കിൽ അത് തെറ്റാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ കൊച്ചു കേരളത്തിൽ ദിനങ്ങളിൽ എത്രയെത്ര ഗാർഹിക പീഡന വാർത്തകളാണ് പുറത്തുകൊണ്ടിരിക്കുന്നത്. ഗാർഹിക പീഡനം എന്നാൽ ഭാര്യയെ ഭർത്താവ് ഉപദ്രവിക്കുന്നത് മാത്രമാണ് എന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. ഏതൊരു സ്ത്രീയും അവൾ നേരിടുന്ന ഓരോ തരത്തിലുള്ള പീഡനങ്ങളും അവൾ അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, സഹോദരിയാകട്ടെ, മകളാകട്ടെ, അവർ നേരിടുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവും ലൈംഗികവുമായ ഏതൊരു ചൂഷണവും ഇത്തരം ഗാർഹിക പീഡനത്തിന്റെ പങ്കുപ്പെടുന്നതാണ്. ഇനി ഗുണമാലകളിലൂടെ നിയമത്തിന്റെ ഓരോരോ കടമകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഭയമാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുക. പ്രത്യേക വിമൻസ് സെല്ലിന്റെ സൗജന്യ സേവനങ്ങൾ നിങ്ങൾക്കായി അവിടെ കാത്തിരിക്കുന്നു. നിങ്ങളോ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റേതെങ്കിലും ഒരു സ്ത്രീയോ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നുണ്ടെങ്കിൽ വിമൻസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 1091 കേരള പോലീസിന്റെ വിമൻസ് ഹെൽപ്പ് ലൈൻ നമ്പറായ 9953 എന്ന നമ്പറിലോ റിപ്പോർട്ട് ചെയ്യുക. ഗാർഹിക പീഡനത്തെ പറ്റി ചർച്ച ചെയ്യുന്നിടത്തല്ല സമൂഹം വിജയം, മറിച്ച് അത് തുളച്ചു മാറ്റുന്നതിനാണ്. നമുക്ക് ഒന്നായി ചേർന്ന് ഗാർഹിക പീഡനം എന്ന ഈ വലിയ വിപത്തിനെതിരെ ശബ്ദമുയർത്താം. നന്ദി, നമസ്കാരം.